ഒരു കാറ് SUV എന്ന് വിളിക്കപ്പെടുമ്പോൾ അതിന് ഒരു 4x4 ഇല്ലെങ്കിൽ ശരിക്കും ഇലാസ്റ്റിക് ഇല്ലാത്ത അണ്ടർവെയർ പോലെയെന്ന് പറയുന്നത്. കാരണം യൂസില്ല, സംഭവമുണ്ട്, യൂസില്ല എന്ന് പറയാറുണ്ട്. നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഓഫ് റോഡുകളുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറയാൻ പോകുന്നത്. ഫീച്ചറിങ് മഹീന്ദ്ര ഥാർ എർത്ത് എഡിഷൻ. ഓക്കെ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതിനകത്ത് ജിമ്മിന് എന്താ ചെയ്യുന്നത്? നമ്മളിതിലില്ല, കണ്ടാ മതി. എർത്ത് എഡിഷൻ വരുന്നത് ശരിക്കും 2024 ഫെബ്രുവരിയിലാണ്. ഇപ്പോൾ ലിമിറ്റഡ് എഡിഷനുകളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടിക്ക് ഒരിത്തിരി വില കൂടുതലാണ്, സെയിലിൽ ഇത്തിരി ഡിപ്പ് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കമ്പനികളുടെ പുതിയ നയം എന്ന് പറയുന്നത് ഒരു പുതിയ എഡിഷൻ ഇറക്കുക, കൂടുതൽ ഫീച്ചേഴ്സ് കൊടുക്കുക, കുറഞ്ഞ വിലയ്ക്ക് വണ്ടി വിൽക്കുക എന്നുള്ളതാണ്. അക്കൂട്ടത്തിലേക്ക് വന്ന വണ്ടിയായിട്ട് നമുക്ക് എർത്ത് എഡിഷനെ കാണാം. $15,99,000 എക്സ്ഷോറൂം പ്രൈസ് തുടങ്ങിയ ഒരു വണ്ടിയുടെ വിലയിൽ ആ ഒരു മോഡലുകളുടെ ആ ഒരു വൈവിധ്യം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ 4x4 മോഡലുകൾ മാത്രം ലഭ്യമായിരുന്ന ഥാറിൻ്റെ പെട്രോൾ ഓട്ടോമാറ്റിക്, ഡീസൽ ഓട്ടോമാറ്റിക്, പെട്രോൾ മാനുവൽ, ഡീസൽ മാനുവൽ വകഭേദങ്ങളിൽ ഈ ഒരു എർത്ത് എഡിഷൻ ലഭ്യമായിരുന്നു. അപ്പോൾ ഈ ഒരു എർത്ത് എഡിഷൻ്റെ കുറച്ച് വണ്ടികൾ ഓട്ടോമോട്ടീവ് മാനുഫാക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന പഴയ PPS ഷോറൂമിൽ അവൈലബിൾ ആണ്. അവിടെ ആ ഒരു വണ്ടിക്ക് കുറച്ച് ഓഫേഴ്സ് അവർ പറയുന്നുണ്ട്. അപ്പോൾ വിലയും ഓഫറൊക്കെ അറിയാനായിട്ട്, ഇന്നത്തെ വിലയും ഓഫറൊക്കെ അറിയാനായിട്ട് താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ പറയാം, എർത്ത് എഡിഷനെ വിശദമായി തന്നെ പരിചയപ്പെടാം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഥാർ മരുഭൂമിയിലെ ആ ഒരു സാൻഡൂണുകളെ ഓർമ്മിപ്പിക്കുന്ന ഗ്രാഫിക്സുകളുമായിട്ട് ഒരു പുതിയ കളർ തീമിൽ വന്ന ഈ ഒരു ഥാർ എർത്ത് എഡിഷന് ഒരു ഇത്തിരി റോഡ് പ്രസൻസ് കൂടുതലാണെന്ന് തന്നെയാണ്. മഹീന്ദ്ര ഥാർ ഈ ഒരു എർത്ത് എഡിഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു സാറ്റിൻ മാറ്റ് കളർ തീമാണ്. ഇതിനെ ഡെസേർട്ട് ഫ്യൂറി എന്നാണ് മഹീന്ദ്ര വിളിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഥാർ ഡെസേർട്ടിൻ്റെ ആ ഒരു ജിയോഗ്രഫിയും അതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇവരിൽ ഫീച്ചർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചുള്ളത് ഈ ഒരു കളർ തീമോട് കൂടിയിട്ട്. അപ്പോൾ ഡീസൽ പെട്രോൾ ഓപ്ഷനുകളുള്ള ഈ വണ്ടിയുടെ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള വണ്ടി എന്ന് പറയുന്നത് ഡീസൽ മാനുവലാണ് വിത്ത് 4x4. 4x4 മാത്രമേ ഉള്ളൂ ഈ ഒരു മോഡലിൽ ഞാൻ പറഞ്ഞു തരും. അപ്പോൾ ആദ്യം ഈ വണ്ടിയുടെ കുറച്ച് കൗതുകങ്ങൾ കാണിക്കാം. എന്ന് വെച്ചാൽ ഇതിന് മുകളിൽ എർത്ത് എഡിഷൻ ആക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. സംഭവം ഈ കളർ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ബ്ലാക്കിൻ്റെ ആ ഒരു കോമ്പിനേഷൻ വന്നപ്പോഴേ ഒരു ഇത്തിരി ഭംഗി തോന്നി. ഈ ഗ്രില്ല് ഇപ്പോൾ കണ്ട് വലിയ കുഴപ്പമില്ലാതെ തോന്നുന്നുണ്ട്. ഇപ്പോൾ ജീപ്പ് റാംഗ്ലറിൻ്റെ ഗ്രില്ലൊന്നായിട്ട് മാറ്റേണ്ട കാര്യമില്ല. ലൈറ്റ് കണ്ടോ, പ്രൊജക്ടറല്ല, സാധാ ഒരു ഹെഡ്ലൈറ്റാണ്. ഇൻഡിക്കേറ്ററും DRLൻ്റെ ആ ഒരു സങ്കര ഇനം കാണാം. ഇപ്പോൾ എർത്ത് എഡിഷൻ്റെ കളർ തീമിൻ്റെ ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വീൽ നമുക്ക് കാണാം. വീലിൽ കാണുമ്പോൾ ഥാർ എന്നുള്ള ആ ഒരു ഇൻസൈഡ് എന്ന് പറയുന്നത് ഈ ഒരു കളർ തന്നെയാണ് കണ്ടോ. ഇൻഡിക്കേറ്റർ ഓഫ് ഫ്ലാഷ് എന്ന് പറയുന്നത് സെൻട്രലാണ് ഥാറിൻ്റെ. ഭംഗിയുണ്ടല്ലേ. ഈ ഗ്രാഫിക്സ് ഒക്കെ കാണാൻ ഒത്തിരി കൗതുകം ഉണ്ടാകുന്നുണ്ട്, കുറച്ചൊരു ഭംഗി കൊടുക്കുന്നുണ്ട്. 4x4ൻ്റെ ആ ഒരു ലോഗോ കാണാം. ആ ഒരു 4x4 ലോഗോയുടെ കാര്യം കോമഡിയാണ്. അപ്പോൾ പല വണ്ടികളിലും അവർ അതിൻ്റെ മുകളിൽ ആ ഒരു 2 വീൽ ഡ്രൈവ് ആണെങ്കിലും 4x4 ഒക്കെ വാങ്ങി ഒട്ടിക്കുന്നുണ്ട് ആളെ പറ്റിക്കാൻ. പിന്നെ ഗ്ലാസ് ഏരിയ അല്ലെങ്കിൽ ഹാർഡ് ടോപ്പിൻ്റെ ആ ഒരു ഭംഗിയാണല്ലേ. ഇനി B പില്ലറിൽ എർത്ത് എഡിഷൻ്റെ ലോഗോ ഉണ്ട്. ഇതാണ് എർത്ത് എഡിഷൻ്റെ പ്രത്യേകത, ഏറ്റവും വലിയ പ്രത്യേകത. പിന്നിലെ വീലിലും ആ ഒരു ഇൻസേർട്ട് കാണാം. ആ ഒരു ഇൻസേർട്ടിൻ്റെ മുകളിൽ ഥാർ എന്ന് എഴുതുന്നുണ്ടല്ലേ. ഈ ഥാറിൻ്റെ എർത്ത് എഡിഷനിൽ പിന്നിലെ ഗ്ലാസ് നോക്കിയേ, പിന്നിലെ ഗ്ലാസ്സും ആ ഒരു കോമ്പിനേഷൻ ഭംഗിയുണ്ടല്ലോ. അത് എല്ലാ ഥാറും അങ്ങനെ തന്നെയാണ്, പക്ഷേ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി പറഞ്ഞാണ്. കൂടാതെ ഈ ഒരു വാണ്ടറർ 80 എന്ന MRFൻ്റെ ആ ഒരു ഓൾട്ടറിൻ ടയറിൻ്റെ ആ ഒരു സ്റ്റെപ്പിന് വെച്ച് കാണാൻ നല്ല ഭംഗിയുണ്ട്. അവിടെയും ആ ഒരു ഥാറിൻ്റെ ലോഗോ കാണാം കേട്ടോ. ഇനി ലൈറ്റുകളൊന്നും മാറ്റമില്ല, പിന്നിൽ കാര്യമായിട്ട് മാറ്റമൊന്നും പറയാനില്ല, സെയിം ഥാർ തന്നെയാണ്, വ്യത്യാസങ്ങളില്ല. മഹീന്ദ്രയുടെ ഇൻസ്റ്റൻറ്റ് ഹിറ്റുകളിലൊന്നാണ് മഹീന്ദ്ര ഥാർ. ഇറങ്ങിയപ്പോൾ തന്നെ പൂക്കുറ്റി പോലെ വിറ്റുപോയ ഒരു വണ്ടിയാണ് ഥാർ. ഇപ്പോൾ മഹീന്ദ്ര ഥാറും മാരുതി ജിമ്മിനി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, 4000-5000 വണ്ടികൾ ഥാർ ഒരു മാസം വിൽക്കുമ്പോൾ മാരുതി അതിൻ്റെ ഫ്രാക്ഷൻ ഓഫ് നമ്പേഴ്സേ ജിമ്മിനി വിൽക്കുന്നുള്ളൂ എന്ന് പറയാറുണ്ട്. കാരണം ഥാറിന് അത്രയുമുണ്ട് ജനപ്രീതി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കളറിൽ ഈ ഒരു നെറ്റ് ബോൾട്ടുകൾ അല്ലെങ്കിൽ സ്ക്രൂകളൊക്കെ ബോണറ്റിന് മുകളിലൊക്കെ വിസിബിൾ ആണെങ്കിലും ഈ ഒരു ബ്ലാക്ക് ടോപ്പിൽ അത് തീർത്തും ഭംഗി തോന്നിച്ചു എന്നുള്ളതാണ്. ഈ വലിയ ഗ്ലാസ് ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഥാറിൻ്റെ. ഈ ഥാറിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം എന്ന് പറയുന്നത് റോഡ് പ്രസൻസ് ആണ്. ഞാൻ പല വീഡിയോയിലും പറയുന്നുണ്ട്, ഇത് കാണുമ്പോൾ നമുക്ക് ഈ വണ്ടി വലുതാണെന്നുള്ളത് വിളിച്ചു ഓതിക്കൊണ്ടാണ് ഈ വണ്ടി കാണുന്നത്. പിന്നെ ഈ ഒരു ഡോർ തുറന്നാലേ, ഇപ്പോൾ ഡോർ തുറക്കാന്ന് പറയുമ്പോൾ നമ്മൾ പിന്നിലെ ഡോർ തുറന്നിട്ട് വേണം ഗ്ലാസ് പൊക്കി വെക്കാനായിട്ട്. അതൊക്കെ തന്നെയും ഒരു കൗതുകങ്ങളായിരുന്നു ഥാർ ഇറങ്ങിയ സമയത്ത്. അത് അങ്ങനെ തന്നെ തുടരാണ്. ഇങ്ങനെ പൊക്കി വെച്ചപ്പോൾ സീറ്റ് ചാരി വെച്ചുകൊണ്ട് സ്ഥലം തോന്നില്ല, പക്ഷേ സീറ്റ് മടക്കിയിടാനുള്ള ഓപ്ഷൻ ഉണ്ട്, വേണമെങ്കിൽ നല്ല ഓപ്ഷൻ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ കുറേ അധികം കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഥാറിനുണ്ട്. പിന്നിൽ റിയർ വൈപ്പർ ഇല്ല, അത് വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ മഹീന്ദ്ര ഉറപ്പായിട്ടും വെച്ചേനെ. ഈ ഒരു ചെറിയ ഇൻസെർട്ടുകളൊക്കെ തന്നെയും മികച്ച കാര്യങ്ങളായിട്ട് കാണാം.
എർത്ത് എഡിഷൻ്റെ അകത്തുമുണ്ട് പ്രത്യേകതകൾ. ഈ ഒരു ഡോർ നമ്മൾ തുറന്നു കഴിയുമ്പോൾ നമുക്ക് സ്റ്റിയറിങ്ങിൻ്റെ മുകളിൽ ഇൻസെർട്ട് കാണാം, എ സി വെൻറ്റുകളിൽ ഇൻസെർട്ട് കാണാം. ഇവിടെ ആ ഒരു ഡോറിൻ്റെ മുകളിൽ ഇൻസെർട്ടിൽ ആ ഒരു താറിൻ്റെ കളർ കണ്ടോ, ഈ ഒരു ലിമിറ്റഡ് എഡിഷൻ്റെ കളർ തന്നെയാണ്. സീറ്റ് അപ്പോൾസറിയുടെ കളർ കണ്ടില്ലേ. അപ്പോൾ അത്യാവശ്യം നല്ല സപ്പോർട്ടുള്ള സീറ്റാണ്. ഇത് വലിയ വണ്ടിയാണ്, അതിൻ്റെ ആയിട്ടുള്ള കാരണം എല്ലാം തന്നെ കാണാം. പിന്നെ എനിക്ക് ഗിയർ ലിവറിൻ്റെ മുകളിൽ ആ ഒരു ഇൻസെർട്ട്, ഡാർക്ക് ക്രോം ഇൻസെർട്ട് എന്ന് പറയുന്നത് എല്ലാ കാറും ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷേ അത് എടുത്ത് കാണിക്കുന്നുണ്ട്. ഇനി ഈ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 3 ഡോറാണ് എന്നുള്ളതാണ്. ബാക്കിൽ കയറുന്ന സീറ്റ് മറിച്ചിട്ടാണ്, അറിയാലോ. ഒരു ഓഫ് റോഡർ എന്ന് നിസ്സംശയം വിളിക്കാവുന്ന വണ്ടി തന്നെയാണ് താർ. ഇപ്പോൾ താറിന് ആ ഒരു കീലെസ് എൻട്രി ഉണ്ടെങ്കിൽ കൂടി ഇത് പുഷ് ബട്ടൺ സ്റ്റാർട്ടും കാര്യങ്ങളല്ല, ഒരു ഫ്ലിപ്പ് കീ ആണ്, അറിയാലോ. കൂടാതെ ഈ ഒരു വണ്ടിയുടെ ഡോറിൽ ആ ഒരു മിറർ കൺട്രോൾസ് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള പവറിൻ്റെ സ്വിച്ചൊക്കെ സെൻട്രൽ കൺസോളാണ്. ഇനി മീറ്റർ ക്ലസ്റ്റർ ആണെങ്കിൽ തന്നെയും അതല്ല മീഡിയ സ്ക്രീൻ ആണെങ്കിൽ തന്നെയും താറിൻ്റെ ആയിട്ടുള്ള തനതായിട്ടുള്ള ആ ഒരു കാര്യങ്ങളാണ് ഈ ഒരു വണ്ടിക്കകത്ത്. പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും തന്നെ ഇല്ല. ഇനി ഇവിടെ ഈ ഒരു റിങ്ങിൽ നമുക്ക് ആ ഒരു ലൈറ്റ് കാണാം, അതൊരു കാര്യമായിട്ട് കാണാം. താറിൻ്റെ ഹോം സ്ക്രീനിൽ അഡ്വഞ്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. അതിനകത്ത് നമുക്ക് ഈ ഒരു വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും, അതായത് ഈ ഓഫ് റോഡ് പോകുമ്പോൾ കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെ കാണാം. പവർ, ടോർക്ക് മീറ്ററുകൾ, ആ ഒരു കോമ്പസ്, ജി മോണിറ്റർ എല്ലാം തന്നെ കാണാം. ഇനി താഴെ ഈ ഒരു എ സി വെൻ്റ് ഉണ്ട്. ഈ എ സി വെൻ്റെ ചുറ്റും കൊടുത്ത ഈ ഒരു ഇൻസെർട്ട് ഈ ഒരു എർത്ത് എഡിഷൻ്റെ സ്പെഷ്യാലിറ്റിയാണ്. ഓട്ടോസ് എല്ലാം മാനുവൽ എ സിയാണ്. ഇവിടെ ഡാർക്ക് ക്രോമിൻ്റെ ആ ഒരു ഇൻസെർട്ടുകളുണ്ട്. ഈ ഒരു ലിവറിൻ്റെ മുകളിൽ കൊടുത്ത ഈ മുട്ടും അതുപോലെ ഈ ഒരു മുട്ടിനും ആ ഒരു ഇൻസെർട്ടുകളുണ്ട്. ഒന്നുകൂടി അടുത്ത് കാണിക്കാം കേട്ടോ. 2H, 4H, ന്യൂട്രൽ, 4L. ഇനി ഇവിടെ പവറിൻ്റെ സ്വിച്ചുകളുണ്ട്. ആ ഒരു കോയിൻ ഹോൾഡർ കാണാം, കപ്പ് ഹോൾഡറുകൾ കാണാം. ഈ ഒരു കപ്പ് ഹോൾഡർ ചുറ്റും ഒരു എർത്ത് എഡിഷൻ്റെതായിട്ടുള്ള ഒരു ഇൻസെർട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മഹീന്ദ്ര താറിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഥാർ എന്നുള്ള ലോഗോ വലതുവശത്തും ഇടതുവശത്തും ഈ ഒരു ആൻറ്റിനയാണെന്നുള്ളതാണ്. ഈ ഒരു ആൻറ്റിന മാത്രമല്ല, ഇവിടെ ഒരു സ്റ്റെപ്പ് ഫിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ എർത്ത് എഡിഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, എർത്ത് എഡിഷൻ ഫെബ്രുവരിയിൽ ലോഞ്ച് ചെയ്യുമ്പോൾ സീരിയൽ നമ്പർ, അതായത് VIN, വെഹിക്കിൾ ഇൻഫർമേഷൻ നമ്പർ 1 മുതലാണ്. അപ്പോൾ ഈ വണ്ടിയുടെ നമ്പർ എത്രയാണ്? ഈ വണ്ടിയുടെ നമ്പർ എന്ന് പറയുന്നത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ലിമിറ്റഡ് താർ എർത്ത് സീരിയൽ നമ്പർ 59. ഇത് 59ാമത്തെ വണ്ടിയാണ്. മഹീന്ദ്രയുടെ 59ാമത്തെ ആ ഒരു എർത്ത് എഡിഷൻ വണ്ടിയാണ് എന്നുള്ളതാണ്. ഫ്യൂവൽ ഇപ്പോഴും അകത്ത് തുറക്കാൻ പറ്റില്ല എന്നുള്ളത് വേണമെങ്കിൽ ഒരു പോരായ്മയായിട്ട് പറയാം. അതിപ്പോഴും കവർ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മഹീന്ദ്ര താറിൽ തുടരാണ് എന്നുള്ളതാണ്. മഹീന്ദ്ര താറിൻ്റെ പിൻസീറ്റിലേക്ക് കയറുന്നത് ഫ്രണ്ട് സീറ്റ് നീക്കിയിട്ടാണ്, അറിയാലോ. അപ്പോൾ നമ്മൾ ഈ ഒരു ലിവർ പിടിച്ചിങ്ങനെ നീക്കിങ്ങനെ ബാക്ക് സീറ്റിലേക്ക് കയറാം. അതിൻ്റെ ആ ഒരു സീറ്റ് എന്ന് പറയുന്നത് 4 പേർക്ക് ഇരിക്കാവുന്ന സീറ്റാണ്. അതിൻ്റെ ചാരൊക്കെ അത്യാവശ്യം നല്ലതാണ്. റോൾ കേജ് കാണാം, സ്പീക്കറുകൾ മുകളിലായിട്ട് കാണാം. ഇതൊക്കെ തന്നെയും താറിൻ്റെ പ്രത്യേകത പറയേണ്ടതില്ല. ഇപ്പോൾ ആ ഒരു ബാക്കിലെ സ്റ്റോപ്പും ലൈറ്റും അതല്ലെങ്കിൽ ആ ഒരു ഡിഫോഗർ വയറിംഗ് ഒക്കെ തന്നെയും എക്സ്പോസ്ഡ് ആണ്. കൂടാതെ സീറ്റ് ബെൽറ്റിൻ്റെ കാര്യം എക്സ്പോസ്ഡ് ആണ്. ഇവിടെ ആ ഒരു വീൽ ആർച്ചാണ് കാണുന്നത്. അവിടെ പലപ്പോഴും നമ്മൾ ആ ഒരു ആംബ്രസ്റ്റൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്. കൂടാതെ അവിടെ നമുക്ക് ആ ഒരു ചൈൽഡ് സീറ്റ് ടെതറുകൾ കാണാം. ഈ വണ്ടിക്ക് നല്ല മാറ്റ് ഉണ്ട് കേട്ടോ, നല്ല നീറ്റ് മാറ്റാണ്. ഇത് മഹീന്ദ്ര താറിൻ്റെ എർത്ത് എഡിഷൻ ഡീസലാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു പവർ സ്പെക്ക് എന്ന് പറയുന്നത് 130 ബ്രേക്ക് ഹോഴ്സ് പവറും ഏറെക്കുറെ 320 ന്യൂട്ടൺ മീറ്ററാണ്. ഇത് 2.2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. ഇപ്പോൾ പെട്രോൾ എഞ്ചിനാകുമ്പോൾ 150 bhp ആവും. ഓട്ടോമാറ്റിക്കിന് 320, മാനുവലിന് 300 Nm ആണ് അതിൻ്റെ ടോർക്ക് എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ടർബോ പെട്രോൾ ആയതുകൊണ്ട് ഫാസ്റ്റാണ്. പക്ഷേ എൻ്റെ ഒരു ചോയ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഡീസൽ ഓട്ടോമാറ്റിക് ആട്ടോ. ഇത് ഡീസൽ മാനുവലാണ്. എനിക്ക് ഈ വണ്ടിക്കകത്ത് കണ്ട ഒരു ഇത്തിരി അരോചകമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഗ്ലാസ് വാഷ് ചെയ്യുന്ന നോസിലാണ്. കൂടാതെ ഈ ഒരു കാണുന്ന ബോൾട്ടുകൾ, നെട്ടുകളുടെ ഒരു കാര്യമാണ്. പക്ഷേ വൈപ്പർ ബ്ലേഡിൻ്റെ ഒരു ഡിസൈൻ നല്ല ഭംഗി തോന്നിച്ചു. അതായത് മഹീന്ദ്ര താർ എന്ന് പറയുന്നത് വൺ ഓഫ് എ കൈൻഡാണ്. ഈ വണ്ടി വാങ്ങുന്ന ആൾക്കാർക്ക് ഈ വണ്ടി മതി. അതായത് മഹീന്ദ്ര താർ വാങ്ങണമെന്നാണ് പറയുക. എനിക്കൊരു വണ്ടി വേണം പറഞ്ഞിട്ട് ആരും പോയിട്ട് മഹീന്ദ്ര താർ മേടിക്കില്ല. അപ്പോൾ ഇതിൻ്റെ രൂപം മാത്രം മതി എന്നുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് മഹീന്ദ്ര 2 വീൽ ഡ്രൈവ് ഇറക്കി നടന്നു. ഓട്ടോമാറ്റിക് പെട്രോൾ, ഡീസൽ മാനുവലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ചോയ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഈ ഒരു ഡീസൽ ഓട്ടോമാറ്റിക് 4x4 ആണ്. ഇതിൻ്റെ ആ ഒരു ഫോഗ് ലാമ്പ് ഉണ്ട്, അതും LED അല്ല, സാധാ ഫോഗ് ലാമ്പാണ്. ശരിക്കും റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് മഹീന്ദ്ര താറെന്ന് നിസ്സംശയം പറയാം. ഓക്കെ, ഒരുപാട് പ്രശ്നങ്ങൾ ഈ വണ്ടിക്ക് ഉണ്ടാവും. അകത്ത് കയറാൻ ബുദ്ധിമുട്ടാകും, പിന്നെ സീറ്റിൽ യാത്ര ബുദ്ധിമുട്ടായിരിക്കും, ഹൈവേയിൽ ഓടിക്കുമ്പോൾ ബോർഡ് റോൾ ഉണ്ടായിരിക്കും. അങ്ങനെ പലവിധമായ പ്രശ്നങ്ങൾ താറുണ്ട്. പക്ഷേ ആ പ്രശ്നങ്ങളൊക്കെ തന്നെയും താർ വാങ്ങുന്ന ആളുകൾക്ക് വിഷയമല്ല എന്നുള്ളതാണ് അങ്ങനെ താറിൻ്റെ പ്രത്യേകത. ഓക്കെ, അറിയാലോ. ഇപ്പോൾ താർ വേണോ, താർ വാങ്ങാം. മഹീന്ദ്ര താറിനകത്ത് കയറിയിട്ട് ഈ 130 ബ്രേക്ക് ഹോഴ്സ് പവറും ഏറെക്കുറെ 320 Nm ടോർക്കുള്ള ഈ ഒരു വണ്ടിയെക്കുറിച്ച് ഇങ്ങനെ പറയാണ്ടിരിക്കുക. അതായത് ഈ 2.2 എഞ്ചിൻ എന്ന് പറയുന്നത് ശരിക്കും നല്ല റെസ്പോൺസീവാണ്, നല്ല ടോർക്കിയാണ്, നല്ല രസമാണ് ഓടിക്കാൻ. ഷിഫ്റ്റിംഗ് കുഴപ്പമൊന്നുമില്ല. അതായത് ശരിക്കും കാറുകളുടേത് പോലെ ഇത്തിരി നോച്ചിയൊക്കെ ആയിട്ടുള്ള ഷിഫ്റ്റ് ആണെങ്കിലും ഒരു ഓഫ് റോഡറിന് ചേരുന്ന ഷിഫ്റ്റാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഓഫ് റോഡറുകളുടെ ഒരു ഇമ്പോർട്ടൻസ്? ഓക്കെ, ഇപ്പോൾ ടൗണിൽ ജീവിക്കുന്ന ആളുകൾക്ക് പോലും ഇന്നത്തെ കാലത്ത് മഴക്കാലമാകുമ്പോൾ അല്ലെങ്കിൽ വെള്ളം കയറുമ്പോൾ അല്ലെങ്കിൽ പ്രളയം പോലുള്ള കാര്യങ്ങൾക്ക് വരാതിരിക്കട്ടെ, അങ്ങനെ സംഭവങ്ങൾ വരുമ്പോഴൊക്കെ പുറത്തിറങ്ങണമെങ്കിൽ സാധാ കാർ കൊണ്ട് പറ്റുന്ന കാര്യം സംശയമാണ്. ഇപ്പോൾ എഞ്ചിനകത്ത് വെള്ളം കയറുക അല്ലെങ്കിൽ വണ്ടിക്ക് ഉള്ളിൽ തന്നെ വെള്ളം കയറുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ. അങ്ങനെ വരുമ്പോൾ ഓഫ് റോഡറുകൾ ഉണ്ടെങ്കിൽ, ഓഫ് റോഡർ എന്നല്ല ഒരു വലിയ SUV ആയാലും മതി, ഓഫ് റോഡറുകൾ ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തിറങ്ങാൻ ആരും പേടിക്കണ്ട. നമുക്കൊരു
ഇത്തിരി സന്നദ്ധ സംഘടനമായ മനസ്സുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സഹായിക്കാൻ ഇഷ്ടമുള്ളൊരു മനസ്സുണ്ടെങ്കിൽ ആളുകളെ സഹായിക്കാനായിട്ട് കൊണ്ടുപോകാം. അതുപോലുള്ള ഒരുപാട് യൂസ് കേസസ് ഇപ്പോൾ ഓഫ് റോഡറുകൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. സ്റ്റിൽ ഒരു ഡെയിലി ലൈഫിൽ എന്തിനാണ് ഓഫ് റോഡ് ചിന്തിക്കാം. ഓക്കെ, ആവശ്യമൊന്നുമില്ല, നമുക്ക് ഓടിക്കുമ്പോൾ കാർ ഓടിച്ചാൽ മതി, സാധാ കാർ ഓടിച്ചാൽ മതി, ഡേ ടു ഡേ ലൈഫിൽ ഒരു പ്രശ്നമില്ല. പക്ഷേ എപ്പോഴും ഞാൻ പറയുന്നതേ, ഇപ്പോൾ നമ്മുടെ ഒരു സെക്കൻഡ് കാറായിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു വണ്ടിയോട് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ വണ്ടിയോ വേണമെങ്കിൽ അതൊരു ഓഫ് റോഡർ ആയാൽ നല്ലതാണ് എന്നുള്ളതാണ്. ഫണ്ടിൻ്റെ കാര്യത്തിലുണ്ട്, അതുപോലെ ഉപയോഗത്തിൻ്റെ കാര്യത്തിലുണ്ട്, അതുപോലെ പലവിധമായ കാര്യത്തിലുണ്ട്. ഇപ്പോൾ ലോഡ് കയറ്റാൻ പറ്റും. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു യൂട്ടിലിറ്റേറിയൻ ആയിട്ടുള്ള വണ്ടിയൊന്നും നമുക്ക് ലളിതമായിട്ട് ഓഫ് റോഡുകളെയോ SUV കളെയോ ഒക്കെ തന്നെ പറയാം. ഇപ്പോൾ 4x4 ഉണ്ടെങ്കിൽ നല്ലതാണ് എന്നുള്ളത് പലരും പറഞ്ഞിട്ടുണ്ട്. ഒരു കാറ് SUV എന്ന് വിളിക്കപ്പെടുമ്പോൾ അതിന് ഒരു 4x4 ഇല്ലെങ്കിൽ ശരിക്കും ഇലാസ്റ്റിക് ഇല്ലാത്ത അണ്ടർവെയർ പോലെ എന്ന് പറയുന്നത്. കാരണം യൂസ് ഇല്ല, സംഭവമുണ്ട്, യൂസ് ഇല്ല എന്ന് പറയാറുണ്ട്. ആ ഒരു കേസ് ഇപ്പോൾ പല വണ്ടിക്കും ഇല്ല. കാരണം ഇപ്പോൾ ടാറ്റ ഹാരിയർ എടുത്താലും അല്ലെങ്കിൽ അങ്ങനെയുള്ള വണ്ടി എടുത്താലൊക്കെ ട്രാക്ഷൻ ബേസ്ഡ് മോഡുകൾ വെച്ചിട്ട് വണ്ടി പലപ്പോഴും പല വിധമായ ഓപ്ഷനുകളിലും കയറി പോരുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ഈ അടുത്തൊരു ഓഫ് റോഡ് പോയപ്പോൾ എനിക്ക് വലിയ പ്രശ്നം തോന്നാൻ ഞാൻ കയറി പോകുന്നുണ്ട്. പക്ഷേ 4x4 ഉണ്ട്, ഒരു പ്രോപ്പർ ഓൾ വീൽ ഡ്രൈവ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ 4x4 ട്രാൻസ്ഫർ കേസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കഥ വേറെയാണ് എന്നുള്ളതാണ്. ശരി, ഇത് എനിക്ക് ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ മഴ പെയ്യുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത ഒരാളാണ്, അതല്ലെങ്കിൽ ഒരു യാത്ര പോയാൽ നമ്മൾ ചെരുപ്പിൽ ചളിയാക്കാൻ മടിക്കുന്ന ആളാണ്, അതല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമുക്ക് കാണാൻ ഇഷ്ടമുള്ള കോൺക്രീറ്റ് ചെയ്ത സ്ഥലങ്ങളിലേക്ക് മാത്രം പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഓഫ് റോഡുകളെ കൊണ്ട് ഒരു ആവശ്യമില്ല. ഓഫ് റോഡുകളല്ല, അവർക്ക് SUV പോലും വേണ്ടി വരില്ല. സെഡാൻ മതി, സെഡാൻ എടുത്ത് കുന്തളിപ്പ് കാണിച്ച് ഫാസ്റ്റായിട്ട് ഓടിച്ചാൽ മതി. അങ്ങനെയുള്ള മൈൻഡിലുള്ള ആൾക്കാരുണ്ട്. അവർക്ക് ചിലപ്പോൾ ഈ പറയുന്നത് ഡൈജസ്റ്റ് ആയിക്കോളണമെന്നില്ല. പക്ഷേ ഇടയ്ക്കൊരു പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് റോഡിൽ നിന്ന് ഇറക്കി വണ്ടി ഓടിക്കേണ്ടി വന്നാൽ നമുക്ക് പേടിയാണ്ട് ഓടിക്കാൻ, അബ്യൂസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടി നമ്മുടെ മോശം റോഡുകളിൽ ചവിട്ടി പൊളിച്ച് ഓടിച്ചു പോകാൻ പറ്റിയ ആ ഒരു കാര്യത്തിൽ, അങ്ങനെയുള്ള കാര്യത്തിലൊക്കെയാണ് ഈ ഒരു ലാഡർ ഓൺ ഫ്രെയിം അല്ല, ബോഡി ഓൺ ഫ്രെയിം എന്ന് പറയാം, ലാഡർ ഫ്രെയിം ഷാസിയുള്ള ഈ വണ്ടികളൊക്കെ ശരിക്കും വാലിഡ് ആവുക, ആവശ്യത്തിൽപ്പെടുക എന്നുള്ളതാണ്. എനിക്ക് എപ്പോഴും ഓഫ് റോഡുകൾ ഇഷ്ടമായിരുന്നു. ഇപ്പോൾ മഹേന്ദ്ര താർ വന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ കൂർക്ക് ഓടിച്ച സമയത്താണെങ്കിലും പഴയ ബൊലോറോ 4x4 ആണെങ്കിലും അങ്ങനെ പലവിധമായ വണ്ടികളും ഓടിച്ചിട്ട് ഫോർച്യൂണറൊക്കെ ഒരു എക്സ്റ്റെൻസീവായിട്ട് ഓടിച്ചിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ അതൊക്കെ ഇഷ്ടമാണ്. ആ ഒരു ഇഷ്ടത്തിൻ്റെ കൂടെ ഈ ഒരു ആവശ്യകതകൾ വരുമ്പോഴേ, നമുക്കിപ്പോൾ മഴ വരുമ്പോൾ അല്ലെങ്കിൽ പുറത്തിറങ്ങണം തോന്നുമ്പോൾ, പ്രളയം വന്നപ്പോൾ പല കാറുകൾ നശിച്ചു പോയി കണ്ടു, പല ആളുകളും വണ്ടി ഓടിക്കാൻ പറ്റാതെ നിൽക്കുന്ന കണ്ടു. ജിപ്സികളും അല്ലെങ്കിൽ ഓഫ് റോഡറുകളാണ് അന്ന് രക്ഷയ്ക്കെത്തിയത്. ഇന്നിപ്പോൾ ആണെങ്കിലും ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലാണെങ്കിലും മഴക്കാലം വന്നപ്പോഴും ശരിക്കും കുറേ അധികം വണ്ടികളുടെ യൂസ് വന്നപ്പോൾ അതിന് 4x4 വേണ്ടി വന്നു, അല്ലെങ്കിൽ ഓഫ് റോഡറുകൾ വേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒരു വണ്ടി ഇഷ്ടമുള്ള ആളാണെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന കാര്യങ്ങൾ ശരിക്കും അതിനകത്ത് വരുള്ളൂ. അതല്ലാതെ വണ്ടി വേണ്ട, ഏതെങ്കിലും വണ്ടി മതി, ഓടിച്ചു നടക്കാൻ എപ്പോഴെങ്കിലും ഒരു ആവശ്യത്തിൻ്റെ വണ്ടിയാണെങ്കിൽ നിങ്ങൾ ഓഫ് റോഡ് വാങ്ങുന്നത് ശരിക്കും വರ್ತല്ല, അത് ആവശ്യമില്ല കേട്ടോ. കാരണം വണ്ടി വാങ്ങിയിട്ട് ഇപ്പോൾ ഞാൻ പറയുന്നത് വലിയ വലിയ വണ്ടികൾ, ജീവാഗൺ പോലുള്ള വണ്ടികൾ അല്ലെങ്കിൽ ഡിഫൻഡർ പോലുള്ള വണ്ടികൾ, അങ്ങനെയുള്ള വണ്ടികളൊക്കെ വാങ്ങിയിട്ട് റോട്ടിൽ നിന്ന് ഇറക്കാത്ത ആളുകളുണ്ട്. അതേപോലെ താറ് വാങ്ങിയിട്ട് തന്നെ സെറാമിക് കോട്ടൊക്കെ ചെയ്ത് PPF ഒക്കെ ചെയ്തിട്ട് റോട്ടിലൂടെ മാത്രം ഓടിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊന്നും ശരിക്കും ഈ ഒരു വീഡിയോ ബാധകമല്ല, അവർക്കൊന്നും 4x4 തന്നെ വേണ്ട. ഇതിൻ്റെ വീഡിയോയിൽ ലുക്ക് എന്ന് പറയുന്നത് ലീസ്റ്റ് ബോദറിങ് ആണെന്നുള്ള കേട്ടോ. അപ്പോൾ ശരിക്കും ഓഫ് റോഡുകൾക്ക് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ഥാനമുണ്ട്. ഓഫ് റോഡുകൾ ഉണ്ടെങ്കിൽ നല്ലതാണ് എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ മഹീന്ദ്ര താർ ആണെങ്കിലും അതല്ല, മാരുതി ജിംനി ആണെങ്കിലും അതല്ല, ഫോഴ്സ് ഗൂർക്ക ആണെങ്കിലും എല്ലാ വണ്ടികളും ഇപ്പോൾ അവൈലബിൾ ആണെന്നത് നല്ല കാര്യമാണ്. അപ്പോൾ ഫോഴ്സ് ഗൂർക്കയുടെ ഓട്ടോമാറ്റിക് വരുന്നത് കേട്ട് നല്ല കാര്യമാണ്. അപ്പോൾ താറിൻ്റെ ഈ ഒരു എഡിഷൻ, അടുത്ത എഡിഷൻ ഇപ്പോഴും അവൈലബിൾ ആണെന്നുള്ളത് ഞാൻ അന്ന് ആ ഒരു ജിംനി വാങ്ങാൻ പോകുന്ന സമയത്ത് താർ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോയി നോക്കാൻ വേണ്ടി കയറിയപ്പോൾ അവിടെ ഷോറൂം ഫ്ലോറിൽ വണ്ടി കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചത് ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞുകൊണ്ട് കുറച്ച് വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട്, ഓട്ടോമാറ്റിക് അല്ല മാനുവലാണുള്ളത്, സ്റ്റോക്ക് ഉണ്ട്, വണ്ടി അത്യാവശ്യം ഓഫറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് കണ്ടിട്ട് എന്നാൽ ഒരു വീഡിയോ ഉണ്ടാക്കിയേക്കാമെന്ന് കരുതി ഞാൻ എടുത്ത് ചെയ്യുന്ന വീഡിയോ ആണ്. ഈ വീഡിയോ ടോപ്പിക് എന്ന് പറയുന്നത് മഹീന്ദ്ര താർ അടുത്ത എഡിഷൻ മാത്രമല്ല ഓഫ് റോഡറുകളുടെ ഇമ്പോർട്ടൻസ് കൂടെ. എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടല്ലാണ്ട് വേറെ എന്തെങ്കിലും ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഓഫ് റോഡുകളെ കുറിച്ചുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ. ഞാൻ പറയുന്നത് വണ്ടി എടുത്ത് കുന്തളിപ്പ് കാണിക്കുന്ന ആളുകളെ കുറിച്ചല്ല, വണ്ടി എടുത്ത് തോന്നിയ ദിവസം കാണിക്കുന്ന ആളുകളെ കുറിച്ചല്ല, യൂസ് കേസുള്ള ഉപയോഗിക്കുന്ന ആളുകളെ കുറിച്ചാണ്, വണ്ടിയുടെ ഒരു കാര്യം അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ആളുകളെ കുറിച്ചാണ്. എനിക്ക് ആ ഒരു കാര്യത്തിലാണ് ഓഫ് റോഡുകളുടെ യൂസ് കേസ് തോന്നിയത്. അതായത് നമ്മൾ പറയുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഇപ്പോൾ ഏത് വണ്ടി എന്ന് പറയുന്നതും എന്ത് പറയുന്നതും പവർ കൂടുമ്പോൾ റെസ്പോൺസിബിലിറ്റി കൂടുന്നില്ലേ. അതുകൊണ്ട് തന്നെ ഓഫ് റോഡുകൾ വാങ്ങുമ്പോൾ നമുക്ക് പോകാനുള്ള ദൂരം കുറയും, നമുക്ക് പറഞ്ഞാൽ നടക്കാനുള്ള ദൂരം കുറയും. നമുക്ക് എവിടേക്ക് വേണമെങ്കിൽ നടന്ന് കയറി പോകണം, പകരം വണ്ടി എടുത്ത് പോകാൻ പറ്റും. നമുക്ക് ആരോ ഒരു വീഡിയോ പറഞ്ഞ് വിവേക് ചെയ്യാൻ തോന്നും, അതായത് ഓയോ റൂമോ അല്ലെങ്കിൽ നമ്മൾ Airbnb ഒക്കെ നോക്കുമ്പോൾ വണ്ടി പോകാത്ത ഓഫ് റോഡ് വണ്ടി പോകുന്ന റൂം തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് കിട്ടും. നമ്മുടെ ആ ഒരു ജീവിതത്തിൻ്റെ ഡയമെൻഷൻസ് മാറുമെന്നുള്ളതൊക്കെയാണ് ഓഫ് റോഡുകളുടെ അല്ലെങ്കിൽ 4x4കളൊക്കെ നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം. ഇപ്പോൾ നാനോ സ്റ്റോറിയുടെ കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. നാനോ സ്റ്റോറി എന്ന് പറയുമ്പോൾ ഞാൻ കാശ്മീർ പോയ കാര്യമാണ്. അപ്പോൾ കാശ്മീർ പോയ സമയത്ത് എനിക്ക് പലപ്പോഴും തോന്നിയൊരു കാര്യമായിരുന്നു, എൻ്റെ ടാറ്റ നാനോയ്ക്ക് ഒരു 4x4 ഉണ്ടായിരുന്നെങ്കിലോ എന്ന്. കാരണം പല ഒബ്സ്റ്റിക്കിൾസ് നമുക്ക് കയറാൻ പറ്റാത്തപ്പോൾ അത് 4x4 ഉണ്ടായിരുന്നെങ്കിൽ കയറാൻ പറ്റുമായിരുന്ന അവസ്ഥ വന്നപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ ഉണ്ടെങ്കിൽ നന്നായിരുന്നു തോന്നി. അപ്പോൾ ആ ഒരു സമയത്ത് കൂടി എനിക്ക് താറിനോടും അല്ലെങ്കിൽ അങ്ങനെയുള്ള വണ്ടികളും വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടാവുണ്ടായി. അപ്പോൾ ഈ ഒരു താർ എന്ന് പറയുന്നത് ക്യാപ്പബിൾ ആയിട്ടുള്ളൊരു വണ്ടി, വലിയ വണ്ടി, റോഡ് പ്രസൻസ് ഉള്ള വണ്ടി, അതുപോലെ
ഈ ഒരു സ്പെഷ്യൽ കളർ, സ്പെഷ്യൽ എഡിഷൻ, സ്പെഷ്യൽ വിൻ നമ്പർ, അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള വണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് 17,69,000 രൂപ എക്സ്ഷോറൂം പ്രൈസിലാണ് ഈ ഒരു എർത്ത് എഡിഷൻ്റെ ഡീസൽ മാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഓഫറും കാര്യങ്ങളും അറിയാനായിട്ട് നിങ്ങളെ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചു പോയിക്കോളൂ. അതാണ് ഈ വീഡിയോയുടെ രത്ന ചുരുക്കം. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.